ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പോട്ട് കാവുങ്കൽ അമ്പലത്തിന് തൊട്ടടുത്തുള്ള റസ്റ്റിക് കഫേ ആൻഡ് റെസ്റ്റോറന്റ് ആണ്. നല്ല കിടിലൻ ആംബിയൻസിലാണ് ഷോപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ പുറത്തും അകത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഔട്ട്ഡോർ സീറ്റിംഗ് ഏരിയ ഒക്കെ കിടിലൻ ലൈറ്റ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് കെബാബും ടിക്കയും ഒക്കെയാണ്. അവരുടെ മെനുവിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഫ്രഷ് ജ്യൂസ്, മൊയ്ത്തോ, ഷേക്ക്, ലസ്സി, ഫലൂദ, കുഴിമന്തി, അൽഫാം, ബ്രെഡ് ഐറ്റംസ്, ബ്രോസ്റ്റഡ്, ഫ്രൈഡ് റൈസ്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ അവിടുന്ന് ആദ്യം ട്രൈ ചെയ്തത് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കബാബാണ്. ചിക്കൻ, ബീഫ്, മട്ടൺ കബാബാണ് ട്രൈ ചെയ്തത്. സ്പൈസി ലവേഴ്സിന് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് റസ്റ്റിക് കഫേയിലെ കബാബ്. കബാബ് ക്വാർട്ടർ, ഹാഫ്, ഫുൾ പോർഷൻസിലൊക്കെയാണ് അവർ സെർവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ട്രൈ ചെയ്തത് അവരുടെ ചിക്കൻ ടിക്ക ആയിരുന്നു. മസ്റ്റ് ട്രൈ ഐറ്റം ആണ് ഗൈസ് അവിടുത്തെ നോർമൽ ചിക്കൻ ടിക്ക. അതേപോലെ അവിടെ കബാബ് പ്ലേറ്ററും ടിക്ക പ്ലേറ്ററും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ട്രൈ ചെയ്തത് പിസ്സ ആണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. കഴിച്ചതിൽ വെച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും വൺ ഓഫ് ദ ഫേവറേറ്റ് ഐറ്റം ആയിരുന്നു അത്. റസ്റ്റിക് കഫേയിൽ വരുന്ന എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് അവരുടെ പിസ്സ. ടിക്ക പ്ലേറ്ററും കബാബ് പ്ലേറ്ററും അല്ലാതെ അവിടെ ഫാമിലി പ്ലേറ്ററും അവൈലബിൾ ആണ്, വിച്ച് ഇൻക്ലൂഡ്സ് വെറൈറ്റീസ് ഓഫ് ടിക്ക, കബാബ്, ലൈം, ബിരിയാണി, റുമാലി റൊട്ടി, തന്തൂരി ഗ്രേവി. പിന്നെ പെരി പെരി മന്തിയും ഹണി ചില്ലി മന്തിയും ട്രൈ ചെയ്തു. 2 ചിക്കനും നല്ല ജ്യൂസി ആയിരുന്നു. പിന്നെ ട്രൈ ചെയ്തത് തന്തൂരി ചിക്കൻ, ജീര ചിക്കൻ, അഫ്ഗാനി ചിക്കൻ ആൻഡ് റുമാലി റൊട്ടിയാണ്. അഫ്ഗാനി ചിക്കൻ ഒക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല തിക്ക് ഗ്രേവിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ജീര ചിക്കൻ ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആയിരുന്നു. ഷോപ്പിന്റെ ടൈമിംഗ് വരുന്നത് 11 to 12 ആണ്. ഓപ്പണിംഗ് ടൈമിൽ തന്നെ കെബാബും മീൽസും ബിരിയാണിയും കുഴിമന്തിയും ഒക്കെ റെഡി ആയിരിക്കും. ഓൾസോ ഇവർക്ക് ഹോം ഡെലിവറിയും അവൈലബിൾ ആണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവർ സൊമാറ്റോയിലും അവൈലബിൾ ആണ്. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.